ഒരു കുളിസീൻ കാണിച്ചിരണം നിങ്ങൾ. ദിലീപന്റെ വീട് കാണണം എന്ന് പറഞ്ഞ് അതിന്റെ ബാക്കിലുള്ളതാണ് ദിലീപന്റെ വീട്. എനിക്ക് ചിന്ന അങ്ങനെ ചിന്ന അത് അങ്ങനെ പ്രാവുകളെ നോക്കിയ പ്രാവുകള് my YouTube channel D-SAB vlogs. ഇന്ന് ഇതെൻ്റെ വീടിൻ്റെ അവിടെയുള്ള പാടാട്ടത് നേരത്തെ ഷോട്ടിൽ കണ്ടില്ലേ എൻ്റെ വീടിൻ്റെ അവിടെയുള്ള പാടാ. ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് പിങ്കിനെ നടത്താൻ കൊണ്ടുവരാറുണ്ട്. പിങ്കി പെണ്ണെഞ്ചിന് വന്നേ ആരാ ഹായ് പഞ്ഞേ പിങ്കി അപ്പനെ ഇവിടെ ഇങ്ങനെ നടത്താൻ കൊണ്ടിരുന്നത് ഞങ്ങളുടെ വീട്ടിലത്തെ പട്ടിയല്ലാട്ട തൊട്ട് മുന്നിൽ വീട്ടിലുള്ള പട്ടിയാണ്. അവളിങ്ങനെ കെട്ടിട്ടേക്കണ കാണുമ്പോൾ അപ്പന് സഹതാപം വന്നിട്ട് അതിനെ അഴിച്ചുകൊണ്ട് വരും അപ്പം ഞങ്ങളൊന്ന് നടക്കാൻ വേണ്ടി വന്ന. അപ്പം ഇവിടെ വന്നിട്ട് ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ കാണിക്കാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആലുവ പോയിട്ടുണ്ടായിരുന്നില്ലേ, ആലുവയും കളമശ്ശേരിയും സ്ഥലങ്ങൾക്കൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പറ്റാവുന്ന കുറച്ച് സെലിബ്രിറ്റീസിൻ്റെ വീടുകളൊക്കെ നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആ വീഡിയോ ഇട്ടിടണേ, ഫുള്ളായിട്ടല്ല കുറച്ച് ആൾക്കാരുടെ വീഡിയോ. കാരണം നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, അതെല്ലാം കൂടി ഒരുമിച്ച് ഇടാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ പാർട്ടാക്കിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ആൾക്കാരുടെ വീടുകൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ ഏറ്റവും ആദ്യം തുടങ്ങുന്നത് എവിടെന്നാണെന്നറിയോ? ആലുവ മണപ്പുറത്ത് നിന്നാണ് തുടങ്ങുന്നത്. ആലുവ മണപ്പുറം എല്ലാവർക്കും അറിയാവുന്നതല്ലേ, പിതൃതർപ്പണം എന്നത് ബലിയിടാനൊക്കെ ആയിട്ട് പോകുന്ന സ്ഥലമാണ്. അതുപോലെ ശിവരാത്രിയുടെ ഒന്ന് ഭയങ്കര തിരക്കായിരിക്കും അല്ലേ? അതെന്താ ശിവരാത്രിയുടെ ഒന്ന് ഭയങ്കര തിരക്കപ്പം അവിടെ? അതെന്താ അത് വല്ല പ്രത്യേകത ഉണ്ടാവൂല്ലേ? ശിവരാത്രിയുടെ എന്തോ അതൊരു പ്രത്യേകതയുള്ള ദിവസമാണല്ലോ. അപ്പൊ അത് കാരണം കൂടുതൽ ആൾക്കാർ അവിടേക്ക് ബലിയിടാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ തുടങ്ങുന്നത് ആദ്യം ആലുവ മണപ്പുറത്ത് നിന്നാട്ടാം. അപ്പൊ ഇനി വേറെ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും പോയിട്ട് വീഡിയോ കണ്ടിട്ട് പോവാ. ഇവിടെ കുറെ പശുക്കളും ആടുകളും ഒക്കെ ഉണ്ട്. എന്താ എല്ലാവരും ഇവിടെ കൊണ്ട് നിർത്തിക്കണം? എന്താ നടതള്ളൽ ഇവിടെ ഉണ്ട്. ഓക്കെ. ഹലോ നടി അത് ഓർഡർ നോക്കിയേ ചിന്നോ അങ്ങനെ പൊന്നു ചിന്ന അത് അങ്ങനെ ഇങ്ങോട്ട് ചിന്നടി ചിന്ന അങ്ങനെ എന്റെ മോളാണോ മോനാണോ ദൈവമേ? മോനാന്ന് തോന്നുന്നുണ്ടല്ലേ. ഒക്കെ പറന്നു പോയി. അമ്പോ അതൊക്കെ പറന്നു പോണു. ഒരു കുളിസീൻ കാണിച്ചിരണം നിങ്ങൾക്ക്. ഞാൻ കാണിച്ചു തരാം. പൂച്ചനെ വിളിക്കണ പോലെ വിളിക്കാൻ പറ്റണല്ലോ ഒറ്റകളെ. ടീരീന്നൊന്നും വിളിച്ചാൽ വരില്ല അല്ലേ? നല്ല ഭംഗിയുള്ള പ്രാക്കളനെ നമ്മളടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ പറന്നു പോവും. അത് കാരണം അധികം അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. അതൊക്കെ പറന്നു പോണത് ഒക്കെ പറന്നു പോയി. ഹലോ വയ്യാന്ന് തോന്നുന്നു ഇതിന്. വയ്യേ പൊന്നെ വയ്യേ? വയറിനറിഞ്ഞ് കിടക്കണതാണോ? അല്ലാണ്ട് വയ്യാണ്ട് കിടക്കണതല്ലേ? പാലൊക്കെ കുടിച്ച് തണലത്ത് കിടക്കണതാണ്. അത് കാരണം ഞാൻ വിചാരിച്ച സുഖമില്ലാണ്ട് കിടക്കണതാ. അമ്മ വിളിക്കും, അമ്മ വരുമ്പോ എനിക്ക് ഓടിപ്പോയി കാല് പിടിക്കും വന്ന് കിടക്കും. അമ്പോ ഡയഡി നല്ല തണുപ്പ് കിട്ടുന്നുണ്ട് ഇവിടെ. അതാണ് കിടക്കണേ.
വയറൊക്കെ നിറഞ്ഞിട്ടേ സുഖമായിട്ട് തണലത്ത് വന്ന് കിടക്കണതാ. ഇതിന്റെ അമ്മയാണോ വിളിക്കണേ? ആണോ? നിന്റെ അമ്മ വിളിച്ചിട്ട് നീ പോണില്ലേ? ഹലോ ഹലോ നോക്കിയേ നോക്കിയേ ദേ വിളിക്കണ. നിന്റെ അമ്മയാണ് ഇത് അവിടെ കിടന്ന് വിളിക്കണേ. ചെല്ലങ്ങട്. ആള് എണീക്കണ ലക്ഷണില്ല. ഹലോ ഹലോ സുഖത്തിലങ്ങട് കെടുക്കാവേ. ഒക്കെ പ്രാവുകളെ നിക്കണ നോക്കിയേ. പ്രാവുകള് അതെ ഒക്കെ പറന്നു പോകണ്ടത്. ആലുവ ശിവരാത്രി മണപ്പുറം കോൺക്രീറ്റ് നടപ്പാലം ഉദ്ഘാടനം ശ്രീ ഉമ്മൻചാണ്ടി. ദേ ഇതാണ് നമ്മുടെ കോൺക്രീറ്റ് നടപ്പാലം. അതായത് നമ്മുടെ ആലുവ മണപ്പുറത്തേക്കുള്ള കോൺക്രീറ്റ് നടപ്പാലം കേട്ടോ. അയ്യോ നല്ല വ്യൂ. വാ നമ്മള് താഴേന്ന് ഇങ്ങോട്ട് കയറി വന്നു. ഇവിടെ വെച്ചിട്ട് എടുക്കാനല്ല നല്ല രസം. അപ്പോൾ അത് കാരണം ഇങ്ങോട്ട് കയറി വന്നേക്കാണ് കോൺക്രീറ്റ് നടപ്പാലം. ദേ 2 സൈഡും ഉണ്ട്. ദേ ഈ സൈഡും ഉണ്ട്. ആൾക്കാർ കണ്ട, അതുപോലെ ഈ സൈഡും ഉണ്ട്. ഹാ കൊള്ളാല്ലേ, നല്ല വ്യൂ. ഹായ് കൊള്ളാം. നമ്മൾ താഴെ വെച്ച് കണ്ടില്ലേ മറ്റേ ആട്ടുംകുട്ടി, അവനെന്തേ അമ്മയും അവർ രണ്ടുപേരും ഒരുമിച്ചാണ് നിൽക്കണം അവിടെ. അതെ അവിടെ കിടക്കണ്ടവര്. കുറച്ച് പേര് ഇതേ ബലിയിടാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. ഇതാണ് നമ്മുടെ ആലുവ മണപ്പുറം. ദാ അവിടെ കണ്ട, അത് ബ്രിഡ്ജ്. ആ ബ്രിഡ്ജാണ് നമ്മുടെ നമ്മൾ വരണ ബ്രിഡ്ജ്. അങ്കമാലിക്ക് പോവും ചെയ്യാം വരും ചെയ്യാം. ആ ബ്രിഡ്ജാണ് കേട്ടോ അത്. ആ കാണുന്നത് ആലുവ പുഴ എന്ന് കേട്ടുകഴിഞ്ഞാൽ എനിക്ക് ആദ്യം വരണത് എന്തിനാണെന്നറിയോ? അയ്യോ മറ്റേ പാട്ടുണ്ടല്ലോ, ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത്. അതാ പുഴയാണ് ദീപുഴ. അല്ല അതല്ലേ ഈ പുഴ? അതന്നെ, അതാണ് ദീപുഴ കേട്ടോ. കൊള്ളാല്ലേ. ഇതേതാ വലിയൊരു ഫ്ലാറ്റ് ഉണ്ടല്ലോ അവിടെ. അപ്പാ അതേത് ഫ്ലാറ്റ് അത്? അവിടെ ഒരുപാട് ഫ്ലാറ്റുകൾ ഉണ്ടല്ലേ. അപ്പോൾ ഇതാണ് ശിവരാത്രിക്കൊക്കെ ഇവിടെ ബലിയിടാനൊക്കെ കുറേ ആൾക്കാർ വരും. ഭയങ്കര തിരക്കായിരിക്കും അല്ലേ. പക്ഷെ ഇപ്രാവശ്യം ശിവരാത്രിക്ക് അധികം ആരും ഉണ്ടായിരുന്നില്ല. മറ്റേ കൊറോണയുടെ സമയമല്ലായിരുന്നേ. അപ്പോൾ അത് കാരണം അങ്ങനെ ബലിയിടൽ നടക്കില്ല എന്നങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അങ്ങനെ ഇതാണ് ആ സ്ഥലം. ഇവിടെ നിൽക്കാൻ നല്ല രസമാട്ടാ. ഈ വഴിക്കൂടെ ഇതിലൂടെ, ഇത് 1 വേ ആണ്. വരണവർക്ക് അങ്ങോട്ട് കയറി വരാം. നടക്കാനുള്ള സ്ഥലം. നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. കണ്ടാ ഇതേ ഒരു ബാരിയർ ഉണ്ട്. ഇതിനിപ്പോൾ എങ്ങനെ അപ്പുറത്തേക്ക് കടക്കാവോ? അത് പൂട്ടിയിട്ടേക്കാ. ഇവിടെ നിന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ദേ അതാ ഭാഗം കണ്ട, അത് നമ്മുടെ റെയിൽ പാളം. ദേ നമ്മളിപ്പോ നിക്കണതേ ആരുടെ വീടിന് അല്ല ഏത് മതിലിന്റെ മുന്നിലാന്നറിയോ? ആർക്കൊക്കെ ദിലീപന്റെ വീട് കാണണം എന്ന് പറഞ്ഞ് ഈ മതിലിന്റെ ബാക്കിലുള്ളതാണ് ദിലീപന്റെ വീട്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓട്ടോമാറ്റിക് ഗേറ്റ് വെച്ചത് അടച്ചേക്കുക. ഉള്ളിലേക്ക് പോകണം. പിന്നെ ഫ്രണ്ടിൽ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ മതില് പിന്നെ അതിൻ്റെ അപ്പുറം അതെങ്ങനെ കണ്ട, ആ ബാക്ക് ഭാഗങ്ങൾ കണ്ട, അങ്ങനെയാണ് അവിടെ വെച്ചേക്കണത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിൽക്ക്, എനിക്ക് പറ്റാവുന്ന വിധത്തിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ദാ കാണുന്നതാണ് ദിലീപന്റെ വീട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കുറേ മരങ്ങളൊക്കെ ഉള്ളത് അവിടെ. ദേ കണ്ട, അതിൻ്റെ ഉള്ളിൽ കൂടെ പോണതാണ് ദിലീപന്റെ വീട്. ഈ വഴിയുടെ ഉള്ളിൽ കൂടെ നമ്മൾ പോകണം. പക്ഷെ അങ്ങടാണെങ്കിൽ കടക്കാനും പറ്റണില്ല, ഒന്നും പറ്റണില്ലേ. നമുക്ക് പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം തോന്നുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഗേറ്റ് ഒക്കെയാണെന്നേ. അവിടെ നിന്നിട്ട് നമ്മൾ കൺട്രോൾ ചെയ്തിട്ടൊക്കെ സാധനം തുറക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ഉന്തി നോക്കി, സംഭവത്തിൽ ഓക്കെ ചെയ്തിട്ടില്ലേ, പക്ഷെ ഓട്ടോമാറ്റിക് ആണല്ലേ. ഉന്തി നോക്കി കുറേ, പക്ഷെ അത് തുറക്കാൻ പറ്റണില്ലേ, ഒരു രക്ഷയില്ല. ഇതാണ് സംഭവം. ഉള്ളിലേക്ക് പോയ കാരണം, ഇത് പുറമേക്കും കൂടി അല്ല കാണുന്നത്, ഉള്ളിലേക്ക് പോയ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ ചീത്ത പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. വേറെ വഴി മതിൽ ചാടണം. മതിൽ ചാടാൻ പറ്റില്ല.
മതിൽ ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഈ മതിൽ ചാടിയിട്ട് നമ്മൾ അപ്പുറത്തേക്ക് പോയി എന്ന് വിചാരിക്കും. അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കമ്പി വേലിയുണ്ട്, അത് ഭയങ്കര ഹൈറ്റിലാണ് നിൽക്കണത്, അതും ചാടി കിടക്കണം. അത് എന്നെ കൊണ്ട് പറ്റണ പണിയല്ല. ഈ മതിൽ നമുക്ക് ചാടാം, വിഷയമല്ല. പക്ഷേ ആ കമ്പി വേലി നമുക്ക് ചാടാൻ പറ്റില്ല. അപ്പം അതാണ് ദിലീപേട്ടൻ്റെ വീട്. എന്തുട്ടാലേ വീട് മരിക്ക് കാണാൻ പറ്റാണ്ട് ഫുള്ള് ഇങ്ങനെ മറ്റേ ഇതൊരു സാധനത്തിനാ പനാന്നാ പറയാ, കവുങ്ങെന്നാ പറയാ. അതൊരു ഭംഗിക്കുള്ള ചെടിയില്ലേ, നമ്മൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ കാണാറില്ലേ ഇങ്ങനത്തെ ചെടി? ഇത് പനാന്നാണോ പറയാ? ഗൾഫിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ. അല്ല, ഗൾഫിൽ മാത്രമല്ല, അങ്ങനെ കുറേ വീടുകളുടെ മുന്നിലുണ്ട് ഇതുപോലത്തെ ഭംഗി ചെടി. ആ ചെടിയല്ല, ഒരു മരം പോലത്തെ സാധനം. അതിങ്ങനെ കുറേ വച്ചേക്കുക. എന്ത് കഷ്ടാന്ന് നോക്ക്. അതെ, നമ്മളിത് അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കാണ് കേട്ടാ. ഈ ആലുവ പാലല്ലേ, നമ്മളിപ്പോൾ ഇങ്ങനെ നടപ്പാലം പറഞ്ഞില്ലേ, ആ നടപ്പാലം ഇങ്ങോട്ട് കയറി വരുമ്പോഴുള്ള വീട് തന്നെയാണ്. കയറി വരുമ്പോൾ ഇതേ ഒരു ഫ്ലാറ്റ് ഉണ്ട്. ഈ സൈഡിൽ ഇതേ കണ്ട ഒരു ഫ്ലാറ്റും, വലിയൊരു ഒരു ഫ്ലാറ്റും ഉണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്താണ് ഈ ദിലീപേട്ടൻ്റെ വീടെന്ന് പറയുന്നത്. പിന്നെ ഇവരൊക്കെ ഇങ്ങനെ വലിയ ആൾക്കാരായ കാരണം ഇങ്ങനെ തന്നെ ആയിരിക്കും. ഒരുവിധം എല്ലാ നടന്മാരുടെ വീട് ഇതുപോലെ തന്നെ ആയിരിക്കും. നമുക്ക് പുറം ഭാഗത്തുനിന്ന് കാണാൻ പറ്റില്ല ഇവരുടെയൊക്കെ വീടുകളിൽ. എന്താല്ലേ? അപ്പം നമ്മൾ ആ നടപ്പാലല്ലേ, ആ നടപ്പാലത്തുമ്പോൾ കൂടെ തന്നെയാണ് നമ്മൾ അങ്ങോട്ടും പോയേട്ടാ, കുറച്ചേ ഉള്ളൂ. അപ്പം പിന്നെ അതെ അവിടെ നിന്ന് ഇങ്ങോട്ട് വീണ്ടും നമ്മൾ നടക്കുകയാണ് തിരിച്ച്. നമ്മുടെ വണ്ടി അവിടെയൊക്കെ എടുക്കണേ, ഈ അമ്പലത്തിൻ്റെ ആ സൈഡിലാണ് കിടക്കണത്. അപ്പം നമ്മൾ വീണ്ടും ഇങ്ങനെ നടക്കുകയാണ്. ഓ, നല്ല വെയിലാ. അപ്പൻ കൊട എടുത്തത് നന്നായി, ഇല്ലെങ്കിൽ ഒരു വിധായേനെ. അവിടെ എന്നിട്ട് കാണിച്ചു തരാൻ പറ്റാത്ത കാരണം ഏതേ, ഞാൻ അവിടെ നിന്നിട്ട് കാണിച്ചു തരാം. എന്തേ ആ മരത്തിൻ്റെ ഇടയിൽക്കൂടെ ഒരു അങ്ങനെ ആഷ് പെയിൻ്റ് അടിച്ച വീട് കാണാനുണ്ടാ, അതാണ് ദിലീപേട്ടൻ്റെ വീട്. ഈ ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ കാണാനില്ല, ഞാൻ സൂം ചെയ്തിട്ട് എടുക്കണം കേട്ടാ. പക്ഷേ ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷെ എനിക്ക് നല്ലപോലെ കാണാണ്ട്. ഇവിടെ നിന്നാൽ കാണാം, ഇവിടെ നിന്നാൽ കാണാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് ആ വീട്. ഈ സ്ഥലം നമ്മൾ കണ്ടില്ലേ? ഇനി വായ നമുക്ക് വഞ്ചിയൊക്കെ ഉണ്ട് അല്ലേ? അതേ നോക്കിയതേ, ഇതെവിടെ വഞ്ചിയൊക്കെ ഉണ്ട്. ദൈവമേ, ഈ ക്യാമറ എങ്ങനെ വെള്ളത്തിൽ പോയാലോ. ദേ വഞ്ചിയൊക്കെ ഉണ്ട്. വഞ്ചിയിൽ പോകാൻ പറ്റില്ല, പക്ഷെ ഇപ്പം പറ്റില്ല എന്ന് തോന്നണോ? ഇപ്പോഴൊന്നും പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിട്ടേക്കണെന്നാണോ? ഓ, അങ്ങനെ. അപ്പൊ ഇനി പോയോ, നമുക്കിനി ഇവിടുന്ന് പോവാല്ലേ. ആദ്യം നമ്മൾ വന്ന സ്ഥലമാണ്. ഇപ്പോഴും ബലിയിടൽ കുറച്ചൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് ആൾക്കാരുടെ ബലിയിടലൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ ഇനി പോയോ, നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാല്ലേ. ഇത് നല്ല സ്ഥലമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സ്ഥലം. നല്ല കാറ്റാണ് ഇവിടെ. വെയിലുണ്ട്, നല്ല വെയിലുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നല്ല രസമുള്ള നല്ല കാറ്റൊക്കെ ഉള്ള സ്ഥലം. പോയോ, നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടില്ലേ? എനിക്ക് ഈ ദിലീപേട്ടൻ്റെ വീട് കാണിക്കുമ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഈ ദിലീപേട്ടൻ്റെ വീടിൻ്റെ ആ മതിൽ, ആ ചെറിയ മതിൽ കാണിച്ചില്ലേ, മറ്റേ കോൺക്രീറ്റ് ചെയ്യാത്ത മതിൽ, മറ്റേ ഹോളോ ബ്രിക്ക് കൊണ്ടുള്ളത്, അത് വേണമെങ്കിൽ ചാടി കിടക്കാൻ എനിക്ക് പറ്റുമായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു മറ്റേ എന്നിട്ട് കമ്പിവേലൊക്കെ കെട്ടിയൊരു മതിലുണ്ടല്ലോ, അപ്പം അത് കടക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ആ മതിലിൻ്റെ ഒരു തിണ്ട് ഭാഗത്ത് കയറി നിന്നിട്ട് സൂം ചെയ്തിട്ടൊക്കെയാണ് ആ വീഡിയോ എടുത്തതല്ല. അപ്പം എന്തായാലും കഷ്ടപ്പെട്ടു എന്നറിയോ ആ വീടൊന്നും എടുക്കാനായിട്ട്. എനിക്ക് ഉള്ളിൽ കൂടെ കാണാനുണ്ട്, അതായത് ആ മതിലിൻ്റെ ഉള്ളിൽ കൂടെ കുഞ്ഞിതായിട്ട് അവരുടെ വീട് കാണാനുണ്ട്. അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? അവർ ഈ മാതിരി ഉയരത്തിൽ വീടിൻ്റെ മതിൽ പണിത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവരെ വിളിച്ച് പെർമിഷൻ എടുക്കണം. പെർമിഷൻ എടുക്കാനാണെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഇല്ല, അത് കിട്ടാനുള്ള ഒരു സോഴ്സും ഇല്ല. ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ ഇല്ല, ഒന്നുമില്ല. പിന്നെ എനിക്ക് എന്താ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്കാണെങ്കിൽ മറ്റേ ദിലീപേട്ടൻ്റെ വീട് കാണണം, എന്നാൽ അത് കാണണം എന്ന് പറയുമ്പോൾ നമ്മൾ കൊണ്ട് കാണിച്ചു തരും, അത്രയ്ക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. വീട് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനോ ഒന്നിനും പറ്റണില്ല. പിന്നെ ഓട്ടോമാറ്റിക് ഗേറ്റ് ആണല്ലോ. ഓട്ടോമാറ്റിക് ഗേറ്റ് ആണ്. എന്നിട്ട് നമ്മൾ കുറേ തള്ളി നോക്കി അങ്ങോട്ട്,
കാരണം പൂട്ടി ഉണ്ടായിരുന്നില്ല, ലോക്ക് ഉണ്ടായിരുന്നില്ല അല്ലേ. അതുകൊണ്ട് തള്ളി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഓട്ടോമാറ്റിക് ഗേറ്റാന്ന്. സെൻസറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റണുള്ളൂ. പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ കുറേ ആൾക്കാരൊന്നും വീട്ടിലില്ല, പിന്നെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ഒന്ന് ക്ഷമിക്കുക. അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു തരുന്നുണ്ട്. വേറെ ഒന്നും പറയാനില്ല. അത് കാരണം കേട്ടാ. പിങ്കി വന്നൊരു ബായ് പറഞ്ഞടി പെണ്ണേ. ടാറ്റ പറഞ്ഞ പൊന്നെ. പൊന്നുണ്ട്, എൻ്റെ പൊന്നുണ്ടാ. അവളെ കുറേ നാളായിട്ട് അല്ല ഇങ്ങനെ സാധാരണ ഇത്രയും ദൂരം നടക്കാറില്ല അല്ലേ പിങ്കി? കുറേ നാളായിട്ട് നടക്കാറില്ല അവള്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതായിരിക്കും ടാറ്റ ബൈ ബൈ.